We will discuss our third chapter, multiple meanings. Third chapter topic, homonyms. Words having the same sounds and spelling. അതായത് homonyms എന്ന് പറഞ്ഞാല് ഒരേ സ്പെല്ലിങ്ങും ഒരേ സൗണ്ടും ഉള്ള വാക്കുകളെയാണ് നമ്മൾ homonyms എന്ന് പറയുന്നത്. Homonyms are words that have the same spelling and pronunciation but different meaning. അതായത് സെയിം സ്പെല്ലിംഗ് ആയിരിക്കും പ്രൊനൗൺസിയേഷനും ആയിരിക്കും, പക്ഷെ അതിന്റെ മീനിങ് ഡിഫറെന്റ് ആയിരിക്കും. ഹിയർ ആർ സം കോമൺ ഹോമോണിം എക്സാമ്പിൾസ്. അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? അന്തരീക്ഷം. അതായത് ദ ഗ്യാസസ് സറൗണ്ടിങ് ദ എർത്ത്, അല്ലെങ്കിൽ ദ മൂഡ് ഓഫ് എ സിറ്റുവേഷൻ. രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ ദ ഗ്യാസസ് സറൗണ്ടിങ് ദ എർത്ത്, ഭൂമിക്ക് ചുറ്റുമുള്ള ആവരണം അല്ലെങ്കിൽ എന്താ പറയുന്ന അന്തരീക്ഷം. വേറൊരു മീനിങ് എന്ന് സിറ്റുവേഷൻ, ഒരു എന്താ പറയുന്ന പ്രത്യേക സാഹചര്യം. അതേപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, പക്ഷെ അതിന്റെ മീനിങ് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. രണ്ട് മീനിങ്, ഡിഫറെന്റ് മീനിങ്. അതേപോലെ തന്നെ ബെയിൽ, BAIL, ബെയിൽ. ബെയിൽ എന്ന് പറഞ്ഞാൽ ടു ക്ലിയർ ഔട്ട് വാട്ടർ, അതില്ലെങ്കിൽ ടു റിലീസ് എ പ്രിസണർ, ജാമ്യം കൊടുക്കുക എന്ന് പറയില്ലേ. അതായത് ഒരു പ്രിസണറെ, തടവിലിട്ടിരിക്കുന്ന ഒരാൾക്ക് ജാമ്യം കൊടുത്ത് വിടുന്നതിനെയും ബെയിൽ എന്ന് പറയും. അതേപോലെ ടു ക്ലിയർ ഔട്ട് വാട്ടർ, ഇത് രണ്ടും ബെയിൽ എന്ന വാക്കിന്റെ ഡിഫറെന്റ് മീനിങ്സ് ആണ്. അപ്പൊ സ്പെല്ലിങ്ങും അതേപോലെ തന്നെ പ്രൊനൗൺസിയേഷനും സെയിം ആയിരിക്കും, പക്ഷെ മീനിങ് ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളെയാണ് നമ്മൾ, വേർഡ്സിനെയാണ് നമ്മൾ ഹോമോണിംസ് എന്നത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹോമോണിംസ് എന്ന് പറയുന്നത്. അതേപോലെ ഒരുപാട് വാക്കുകളുണ്ട്. ബാൻഡ്, BAND, ബാൻഡ്. ബാൻഡ് എന്ന് പറഞ്ഞാൽ എ റിങ്. അതേപോലെ തന്നെ സംടൈംസ് സിംബോളൈസിങ് എറ്റേണിറ്റി, അല്ലെങ്കിൽ എ മ്യൂസിക്കൽ ഗ്രൂപ്പ്. പിന്നെ ബീറ്റ്, BEAT, ബീറ്റ്, ടു ഓവർകം സംതിങ് അല്ലെങ്കിൽ ടു ഫീൽ എക്സോസ്റ്റഡ്. പിന്നെ ക്യാപിറ്റൽ, ദ ചീഫ് സിറ്റി ഓഫ് എ സ്റ്റേറ്റ്, അല്ലെങ്കിൽ എ ക്രൈം പണിഷബിൾ ബൈ എർത്ത്, ഡെത്ത്. അതേപോലെ ക്ലീവ്, ടു സ്പ്ലിറ്റ് ഓർ സെർവർ, ടു അഡ്ഹെർ ടു. പിന്നെ ഡൈവ്, ടു ഗോ ഡൗൺ ക്വിക്ക്ലി ഓർ ആൻ അൺപ്ലസന്റ് പ്ലേസ്. അങ്ങനെ സെയിം സ്പെല്ലിങ്ങും സെയിം പ്രൊനൗൺസിയേഷനും, പക്ഷെ അതിന്റെ മീനിങ് ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളെയാണ് ഹോമോണിംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പാർട്ട് ഓഫ് സ്പീച്ചിന്റെ ഭാഗം തന്നെയാണ് ഹോമോണിംസ്. ഇനി അതിന് ഈ രണ്ട് പാർട്ട് ഓഫ് സ്പീച്ചിനും അതേപോലെ തന്നെ ഹോമോണിംസിനും, ഡെസ്പൈറ്റ് ഹാവിംഗ് 3 തിങ്സ് കോമൺ ഇൻ ദീസ് ടൈപ്സ് ഓഫ് വേർഡ്സ്, ഇത്തരം വേർഡുകൾക്ക് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് ദേ ഹാവ് ദ സെയിം പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും, സെയിം സ്പെല്ലിങ്ങും സെയിം ആയിരിക്കും. ദേ ആർ യൂസ്ഡ് ആസ് ദ സെയിം പാർട്ട് ഓഫ് സ്പീച്ച്. അത് എന്താണ്? പാർട്ട് ഓഫ് സ്പീച്ചിന്റെ, ഒരേ പാർട്ട് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടും ഉപയോഗിക്കുന്നു. ഇപ്പോ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ബാറ്റ്, BAT, ബാറ്റ്. ബാറ്റ്സ് മേ ഹാവ് റാബീസ് ലൈക്ക്ഡ് ഡോഗ്സ് ഓർ കാറ്റ്സ്. ഇറ്റ് ഈസ് എ ബേർഡ്. ദ ബോയ് ഹിറ്റ് എ തീഫ് with an aluminum baseball bat last night. It is a wooden bat used for playing cricket. In both sentences, word bat is used as nouns above. അതായത് ബാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബേർഡ്, അതായത് ബാറ്റ്സ് മേ ഹാവ് റാബീസ് ലൈക്ക് ഡോഗ്സ് ഓർ കാറ്റ്സ്. ബാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡ് ആണ്. അതേപോലെ തന്നെ ദ ബോയ് ഹിറ്റ് എ തീഫ് വിത്ത് ആൻ അലൂമിനിയം ബേസ്ബോൾ ബാറ്റ് ലാസ്റ്റ് നൈറ്റ്. ആൺകുട്ടി എന്ത് ചെയ്താണ്? കഴിഞ്ഞ രാത്രിയില് ഒരു അലൂമിനിയം ബേസ്ബോൾ ബാറ്റ് കൊണ്ട് കള്ളനെ അടിച്ചു. അപ്പൊ അതിൽ ഒരെണ്ണത്തില് ബേർഡ് എന്ന മീനിങ് വന്നു, ഒരെണ്ണത്തില് എന്താണ്? ബാറ്റ്, കളിക്കുന്ന ഫുട്ബോൾ ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് എന്ന മീനിങ് വന്നു. അപ്പൊ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും സെയിം ആണ്, പക്ഷെ മീനിങ് ഡിഫറെന്റ് ആയിരിക്കും. അത്തരം വേർഡ്സുകളെയാണ് നമ്മൾ ഹോമോണിംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹോമോണിംസ് ആസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. നെക്സ്റ്റ് വി വിൽ സ്റ്റഡി ദ ഹോമോണിംസ് വിച്ച് ബിലോങ് ടു ഡിഫറെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹോമോണിംസ് പറഞ്ഞാൽ സെയിം പാർട്ട് ഓഫ് സ്പീച്ചിൽ വരുന്ന ഹോമോണിംസിനെയാണ് പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഹോമോണിംസിനെയാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, the two words in the following pair are pronounced and spelt alike but have different meanings and are used as different parts of speech. Example, star.
STALK. എന്താണ്? ദിസ് വെജിറ്റബിൾ ഹാസ് ഗ്രേയിഷ് ഗ്രീൻ സ്റ്റാക്സ്. I am not interested to stalk him on a Facebook or Twitter. അതായത് STALK, സ്റ്റോക്ക് എന്ന വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിച്ചു. നൗണായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്നത് എന്താണ്? ദിസ് വെജിറ്റബിൾ ഹാസ് ഗ്രേയിഷ് ഗ്രീൻ സ്റ്റാക്സ്. ഈ വെജിറ്റബിളിന് എന്താ പറയുന്നത്? ഗ്രേയിഷ് അതേ സ്റ്റാക്ക് എന്ന വേർഡ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഐ ആം. അപ്പൊ അവിടെ സ്റ്റാക്ക് എന്ന വാക്ക് സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. പക്ഷേ ഓരോ പ്രാവശ്യം നൗണായിട്ട് ഒരു സ്പീച്ചിൽ നൗണായിട്ട് ഉപയോഗിച്ചു, അടുത്തതിൽ എന്താണ്? വെർബായിട്ടും ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ ഹോമോണിംസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, പ്രൊനൗൺസിയേഷനും സെയിം ആയിരിക്കും, പക്ഷെ അതിന് ഡിഫറെന്റ് മീനിങ് ആയിരിക്കും. ഇനി ഈ ഹോമോണിംസ് സെയിം പാർട്ട് ഓഫ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വെർബായിട്ട് നൗണായിട്ട് ഒരേ വേർഡ് തന്നെ സെയിം സ്പെല്ലിങ്ങും സെയിം പ്രൊനൗൺസിയേഷനും ഉള്ള ഒരേ വേർഡ് തന്നെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിലും ഉപയോഗിക്കുന്നുണ്ട്. ആ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉപയോഗിക്കുമ്പോൾ അത് നൗൺ ആയിട്ടും അതേപോലെ തന്നെ എന്താണ്? വെർബായിട്ടും ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഹോമോഫോൺസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വേർഡ്സ് ഹാവിംഗ് ദ സെയിം സൗണ്ട്സ് ബട്ട് ഡിഫറെന്റ് സ്പെല്ലിംഗ്. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും. ആഫ്റ്റർ ഡിസ്കസിംഗ് ഹോമോണിംസ് വിച്ച് ഹാവ് ദ സെയിം സൗണ്ട്സ് ആൻഡ് സ്പെല്ലിംഗ് ബട്ട് ഹാവ് ഡിഫറെന്റ് മീനിങ്സ്, let's discuss words which are spelt differently but pronounced alike. Homophones are pairs of words that sound the same. Homophones എന്ന് പറഞ്ഞാൽ സൗണ്ട് സെയിം ആയിരിക്കും, ബട്ട് ഹാവ് ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് മീനിങ്സ് ആൻഡ് ഡിഫറെന്റ് സ്പെല്ലിംഗ്. സൗണ്ട് മാത്രമേ സെയിം ആയിട്ടുള്ളൂ, മീനിങ്ങും അതേപോലെ തന്നെ അതിന്റെ സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഈ ഹോമോഫോൺസ് സെയിം പാർട്ട് ഓഫ് സ്പീച്ചിൽ ഉപയോഗിക്കുമ്പോൾ ഫ്ലോർ, FLOUR, അതേപോലെ തന്നെ ഫ്ലവർ. ദ ബേക്ക് എ ഫ്ലവർ ഷേപ്ഡ് കേക്ക് യു വിൽ നീഡ് സം ഫ്ലോർ. ഇപ്പൊ FLOUR ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? പൊടി, ഗോതമ്പ് പൊടി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ FLOWER ഫ്ലവർ എന്ന് പറഞ്ഞാല് പൂവ്. അപ്പൊ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവുന്നുണ്ട് പൊടിയുന്നുണ്ട്. അപ്പൊ സ്പെല്ലിങ് ഡിഫറെന്റ് ആണ്, പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് എന്താണ്? സെയിം ആണ്. അങ്ങനെയുള്ള വേർഡ്സുകളെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഇനി ഹോമോഫോൺസ് ആസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഹോമോഫോൺസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ നോക്കുമ്പോൾ above we have read pairs of words belong to the same parts of speech. Many times there are pairs of words pronounced alike but spelled differently and used as different parts of speech meaning too. Example, if the heel breaks one your shoe, you may have to fall. However, your injuries will heal over time. Or if you sell drugs, you will get arrested and end up in a prison cell. ഇപ്പൊ അവിടെ നോക്കിയേ, അവിടെ SELL സെല്ലും CELL സെല്ലും പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, പക്ഷെ അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കിയേ, ഡിഫറെന്റ് അല്ലേ നോക്കിയേ. ഇപ്പൊ നിങ്ങള് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ ഹീൽ ബ്രേക്സ് ഓൺ യുവർ ഷൂ, നിങ്ങളുടെ ഷൂവിന്റെ ഹീല് പൊട്ടിക്കഴിഞ്ഞാൽ യു മൈറ്റ് ഫാൾ, നിങ്ങൾ വീഴും. ഇനി however your injuries will heal over time, പക്ഷെ നിങ്ങളുടെ മുറിവ് എന്താണ്? സമയമെടുത്ത് മാറും അല്ലെങ്കിൽ ഉണങ്ങും. ഇഫ് യു സെൽ ഡ്രഗ്സ്, നിങ്ങൾ SELL സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽക്കുക, ഡ്രഗ്സ് വിൽറ്റാൽ യു വിൽ ഗെറ്റ് അറസ്റ്റഡ് ആൻഡ് എൻഡ് അപ്പ് ഇൻ എ പ്രിസൺ സെൽ, നിങ്ങളെ അറസ്റ്റ് ചെയ്തൊരു ജയിലിൽ അടയ്ക്കും. അവിടെയും സെല്ല് തന്നെ, സെല്ലെന്നാണ് പറയുന്നത്, പക്ഷെ അത് CELL. അപ്പോൾ ഡിഫറെന്റ് സ്പെല്ലിങ്ങും സെയിം സൗണ്ടും. ഡിഫറെന്റ് സ്പെല്ലിങ്, ഒരേ സ്പെല്ലിങ് സെയിം സൗണ്ട്, പക്ഷെ മീനിങ് ഡിഫറെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അത്തരം വേർഡുകളെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഒരുപാട് വേർഡുകൾ ഉണ്ട് അങ്ങനെ ഹോമോഫോൺസിന്. എക്സാമ്പിൾ BEER ബീർ, BIER ബീർ, CEILINGS, അതേപോലെ SEALINGS,
cellar, CELLAR, SELLER, corpse, CORPS, CORE, cent, CENT, SCENT, carrot, CARAT, CARROT, bowl, BOWL, boil, BOIL, അങ്ങനെ ഒരുപാട്. അതായത് മീനിങ് സൗണ്ട് സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ സ്പെല്ലിങ്ങും മീനിങ്ങും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ സെയിം സൗണ്ട് ഉള്ള ഡിഫറെന്റ് മീനിങ്സും ഡിഫറെന്റ് സ്പെല്ലിങ്ങും ഉള്ള വേർഡുകളെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വേർഡ്സ് ഹാവിങ് ദ സെയിം സ്പെല്ലിങ്സ് ബട്ട് ഡിഫറെന്റ് സൗണ്ട്സ്. സ്പെല്ലിങ് സെയിം ആയിരിക്കും, പക്ഷെ എന്താണ് സൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. സ്പെല്ലിങ് സെയിം ആയിട്ടുള്ള സൗണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ദർ ആർ പ്ലെന്റി ഓഫ് വേർഡ്സ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദാറ്റ് ആർ സ്പെൽഡ് ദ സെയിം ബട്ട് ഹാവ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മീനിങ്. സ്പെല്ലിങ് സെയിം ആയിരിക്കും, പക്ഷെ മീനിങ് ഡിഫറെന്റ് ആയിരിക്കും. എക്സാമ്പിൾ, വി സേ ഡെസേർട്ട് ആസ് എ നൗൺ. ഇപ്പൊ നമ്മൾ ഡെസേർട്ട് ഒരു നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. DESERT, ഡെസേർട്ട് ഈസ് എ ഡ്രൈ ബാരൻ ഏരിയ ഓഫ് ലാൻഡ് വെയർ ലിറ്റിൽ റെയിൻ ഒക്കേഴ്സ്. അതായത് വളരെ കുറച്ച് മഴ ലഭിക്കുന്ന വരണ്ട ഭൂമി, അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഡെസേർട്ട്, DESERT എന്ന് പറയും. വെൻ യൂസ്ഡ് ആസ് എ വെർബ് ദ വേർഡ് മീൻസ് ടു അബാൻഡൻ എ പേഴ്സൺ ഓർ കോസ്. ഇനി അതൊരു വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വാക്ക് ഡെസേർട്ട് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ടു അബാൻഡൻ എ പേഴ്സൺ ഓർ കോസ്, ഏതെങ്കിലും ഒരു ആളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു കാരണം ഇല്ലാതാക്കുക, അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ സെയിം സ്പെല്ലിംഗ് ആണ്, പക്ഷെ ഡിഫറെന്റ് സൗണ്ട് ആണ്. അതേപോലെ ഫെയർ, FAIR, ഫെയർ. The word fair has a few meanings when used as different parts of speech. FAIR എന്ന വേർഡിന് നമ്മൾ പാർട്ട് ഓഫ് സ്പീച്ചിൽ ഉപയോഗിക്കുമ്പോൾ, പല ഭാഗത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫ്യൂ മീനിങ്സ് ആയിരിക്കും ഉണ്ടാകുക. വെൻ യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ്, ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. ഇറ്റ് ക്യാൻ ഡിസ്ക്രൈബ് സംവൺ ആസ് എഗ്രിയബിൾ, ബട്ട് ഇറ്റ് ക്യാൻ ആൾസോ ഡിസ്ക്രൈബ് സംവൺ ഹു ഹാസ് ലൈറ്റ് സ്കിൻ ഓർ ഹെയർ. ആസ് എ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എ ഫെയർ ഈസ് ടിപ്പിക്കലി എ ലോക്കൽ ഇവന്റ്. ഫെയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോക്കൽ ഇവന്റ് ആണ്. ദാറ്റ് സെലിബ്രേറ്റ്സ് എ സർട്ടൈൻ പേഴ്സൺ, പ്ലേസ് ഓർ ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് സെയിം സ്പെല്ലിങ്ങും ഡിഫറെന്റ് സൗണ്ട്സും ഉള്ളത്. ഇനി വേർഡ്സ് വിത്ത് സം സിമിലാരിറ്റി ഇൻ സൗണ്ട്സ് ആൻഡ് സ്പെല്ലിങ്. അതായത് വേർഡ്സുകൾക്ക് സൗണ്ടുകൾക്ക് സിമിലാരിറ്റി ഉള്ളത്, സ്പെല്ലിങ്ങുകൾക്ക് സിമിലാരിറ്റി ഉള്ളത്, അതേപോലെ തന്നെ സൗണ്ടുകൾക്ക് സിമിലാരിറ്റി ഉള്ളത്. We have discussed about words pronounced or spelt alike, but there are some words which have only slight differences in pronunciation. അതായത് ഉച്ചാരണത്തിൽ വളരെ ചെറിയ, വളരെ എന്താ പറയുന്ന, വളരെ മൈന്യൂട്ട് ആയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ആൻഡ് സ്പെല്ലിങ്ങിൽ ദിസ് കോസസ് കൺഫ്യൂഷൻ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് എന്താ പറയുന്ന കൺഫ്യൂഷന് കാരണമാകും. എക്സാമ്പിൾ, സ്റ്റേഷനറി, STATIONARY. അതേപോലെ തന്നെ STATIONERY, STATIONARYയും STATIONERYയും രണ്ട് വാക്കുകൾ സ്റ്റേഷനറി. ഫസ്റ്റ് വൺ ഈസ് എ നൗൺ. ഒന്നാമത്തെ STATIONARY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നൗൺ ആണ്. ഫസ്റ്റ് വൺ ഈസ് എ നൗൺ വിച്ച് ഈസ് സ്റ്റേഷനറി. We hear that a lot of stationery or envelope or post it notes on your notes or your all of the that stuff at lovely stuff that we buy for the office. And whereas adjective stationery, which is stationery, means it is not moving and is used formally for vehicles. So the car was stationary at the front of the police station. ഈ STATIONARY എന്ന് പറഞ്ഞാല് ആ സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാന്ന് പറയില്ലേ, അതായത് കവറുകള്, അതേപോലെ തന്നെ പേപ്പറുകള്, ഇങ്ങനെയൊക്കെ, അതായത് പേപ്പർ, കവർ, എൻവലപ്പ്, എക്സെട്ര. ഇതിനെയൊക്കെ ഒറ്റ വാക്കിൽ നമ്മൾ ഓഫീസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ ഓഫീസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ, കവർ, അങ്ങനെയൊക്കെ ഉള്ള അതേ സ്റ്റേഷനറി STATIONERY ഉണ്ട്, അതേ വേർഡ് തന്നെ. ആ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന, മൂവ് ചെയ്യാത്തത്. വിച്ച് ഈസ് സ്റ്റേഷനറി മീൻസ് ഇറ്റ് ഈസ് നോട്ട് മൂവിങ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർമലി ഫോർ വെഹിക്കിൾസ്.
മൂവ് ചെയ്യാത്തത്, സ്റ്റാച്യു ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിശ്ചലമായിട്ട് നിൽക്കുക. അപ്പൊ സ്പെല്ലിംഗിൽ നേരിയ വ്യത്യാസമുള്ളൂ, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. അത്തരം ഇതിനെയാണ് നമ്മൾ വേർഡുകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ, PRINCIPLE പ്രിൻസിപ്പിളും, അതേപോലെ തന്നെ PRINCIPALും. PRINCIPLE principle is mostly means it's the general truth or a standard. So are the general principle of this argument is, whereas the principle of a school is principal. So principal is your headmaster, or he the head of a college, and that's a very common word used to describe the headmaster. അതായത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? PRINCIPLE പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത്. എന്നാൽ പ്രിൻസിപ്പാൾ, PRINCIPAL പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ ഒരു കോളേജിന്റെ ഹെഡിനെയോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡിനെയൊക്കെയാണ് നമ്മൾ പ്രിൻസിപ്പാൾ എന്നതുകൊണ്ട് പറയുന്നത്. അപ്പൊ അവിടെ പ്രൊനൗൺസിയേഷൻ സ്പെല്ലിങ്ങിൽ നിസ്സാര വ്യത്യാസമുള്ളൂ, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. ഇനി നമ്മൾ പറയുന്നത് ഹോമോഫോൺസ് ആർ ഓഫൺ യൂസ്ഡ് ടു ക്രിയേറ്റ് പൺസ് ആൻഡ് ടു ഡിസീവ് ദ റീഡർ or to suggest multiple meanings. Homophones are often used to create puns and to deceive the reader. അതായത് ഹോമോഫോൺസുകൾ ചിലപ്പോൾ പൺ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റീഡറെ ഡിസീവ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നു എന്നാ പറയുന്നത്. The last usage is common in poetry and creative literature. An example of this is seen in Dylan Thomas radio play Under Milkwood. The shops in morning, MOURNING, where morning can be heard as morning or morning. അതായത് MOURING morning ഉണ്ട്, അതേപോലെ MORNING morning ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹോമോണിംസ് അതേപോലെ തന്നെ ഹോമോഫോൺസ്. ഹോമോഫോൺസിൽ എന്താ പറയുന്നത്? സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് സൗണ്ട് ഉള്ളതുണ്ടാവും. എന്നാൽ സൗണ്ടും സ്പെല്ലിങ്ങുകളും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവും, പക്ഷെ അതിന്റെ മീനിങ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. എന്താണ് സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റ് നോക്കാം. അതായത് ഒരു സാഹിത്യം പഠിക്കുന്നത്, എങ്ങനെയാണ് ഒരു സാഹിത്യം പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സാഹിത്യം പഠിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോ ഒരു ലിറ്റററി വർക്ക് അല്ലെങ്കിൽ ഒരു ലിറ്റററി ടെക്സ്റ്റ് ലിറ്ററേച്ചർ നമ്മളോട് വായിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ആ സാഹിത്യം വായിക്കുന്നു. അതിൽ നിന്ന് ആ പ്രോസിൽ നിന്ന് അല്ലെങ്കിൽ അതിലെ ഓരോ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് തരുന്നു. നമ്മൾ അതിൽ നിന്ന് തന്നെ ആൻസറുകളെ കണ്ടെത്തി എന്താ പറയുന്ന ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നു. In a literary theory, a text is any object that can be read, whether this object is a work of literature, a street sign, an arrangement of buildings on a city block, or styles of clothing. അതായത് ഒരു ലിറ്റററി തിയറിയിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനി ഒബ്ജക്റ്റ് ദാറ്റ് ക്യാൻ ബി റീഡ്, നമുക്ക് വായിക്കാൻ കഴിയുന്ന ലിറ്റററി മീനിങ്ങിൽ അല്ലെങ്കിൽ ലിറ്റററി തിയറിയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഏത് ഒബ്ജക്റ്റിനെയും നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയും. ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ലിറ്ററേച്ചർ വർക്ക് ആകാം, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് സൈൻ ആകാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അഗ്രിമെന്റ് ആകാം,
അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ് ആകാം, എന്ത് തന്നെ വേണമെങ്കിലാകാം. In literary theory, a text is any object that can be read, whether this object is a work of literature, a street sign, an arrangement of buildings on a city block, or styles of clothing. It is a coherent set of signs that transmits some kind of informative message. ഇപ്പൊ ഒരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു വർക്ക് ആകാം, അതായത് ഒരു സാഹിത്യ കൃതിയാകാം, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് സിറ്റി ബ്ലോക്ക് ആകാം, അല്ലെങ്കിൽ സ്റ്റൈൽസ് ഓഫ് ക്ലോത്തിങ് ആകാം, എന്ത് തന്നെയാണ് എങ്കിലും അതില് ഇറ്റ് ഈസ് എ കോഹറന്റ് സെറ്റ് ഓഫ് സൈൻസ് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് സം കൈൻഡ് ഓഫ് ഇൻഫർമേറ്റീവ് മെസ്സേജ്. അതായത് ചില തരത്തിലുള്ള ഇൻഫർമേറ്റീവ് മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. This set of signs is considered in terms of the informative messages content rather than in terms of physical form or the medium in which it is represented. അതായത് ചില സൈനുകളിൽ അല്ലെങ്കിൽ എന്താ പറയുന്ന ചില ഇൻഫർമേറ്റീവ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചില സൈനുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോ this set of signs is considered in terms of the informative messages content rather than in terms of physical form or the medium in which it is represented. Within the field of literary criticismത്തിൽ text also refers to the original information content of a particular piece of writing. ഇനി ലിറ്റററി ക്രിറ്റിസിസത്തിൽ ടെക്സ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾസോ റെഫേഴ്സ് ടു ദ ഒറിജിനൽ ഇൻഫർമേഷൻ കണ്ടന്റ്, യഥാർത്ഥത്തിലുള്ള ഇൻഫർമേഷൻ കണ്ടന്റ് ഓഫ് എ പർട്ടിക്കുലർ പീസ് ഓഫ് റൈറ്റിംഗ്, ഒരു പ്രത്യേക എഴുത്തിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള ഇൻഫർമേഷൻ കണ്ടന്റ്. ദാറ്റ് ഈസ് ദ ടെക്സ്റ്റ് ഓഫ് എ വർക്ക് ഈസ് that primal symbolic arrangement of letters as ordinarily composed apart from later alterations, deterioration, commentary, translations, paratext, etc. Therefore, when literary criticism is concerned with the determination of a text, it is concerned with the distinguishing of the original information content from whatever has been added to or subtracted from that content as it appears in a given textual document. Since the history of writing predates the concept of the text, most texts were not written with this concept in mind. അതായത് ടെക്സ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് most texts were not written, എഴുതപ്പെട്ടതാകണമെന്നില്ല. Most written works fall within a narrow range of types of described by text theory. അതായത് ടെക്സ്റ്റ് തിയറിയിൽ പറയുന്നത് ഭൂരിഭാഗം മോസ്റ്റ് A literary text is a piece of writing such as a book or poem that has the purpose of telling a story or entertaining as in a fictional novel. Its primary function as a text is usually aesthetic, but it may also contain political messages or beliefs. അതായത് a literary text is a piece of writing such as a book or poem. അതായത് ലിറ്റററി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബുക്ക് ആകാം, പ്രോസ് ആകാം, അതായത് എന്താ പറയുന്നത് ഗദ്യമാകാം, അല്ലെങ്കിൽ കവിത പദ്യമാകാം. telling a story or it has entertaining as in a fictional novel. ഒരു കഥ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ നോവൽ പോലെയൊക്കെ എന്റർടൈനിങ് ആയിരിക്കും. Its primary function as a text is usually aesthetic, but it may also contain political messages or beliefs. ചിലപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള സന്ദേശങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കാം. American school children and their parents are taught that literary text contrast with informational text that have the purpose of providing information rather than entertainment. അതായത് അമേരിക്കൻ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് ദർ പാരൻസ്, അമേരിക്കൻ സ്കൂൾ ചിൽഡ്രനും പാരൻസും പഠിപ്പിക്കുന്നത് ലിറ്റററി ടെക്സ്റ്റ് കോൺട്രാസ്റ്റ് വിത്ത് ഇൻഫർമേഷണൽ ടെക്സ്റ്റ്. ലിറ്റററി ടെക്സ്റ്റുകളും ഇൻഫർമേഷണൽ ടെക്സ്റ്റുകളും തമ്മിൽ കോൺട്രാസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്.
that have the purpose of providing information rather than entertainment. അതായത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലും എന്റർടൈൻമെന്റ്, അതായത് ആസ്വാദനവും അല്ലെങ്കിൽ അറിവ് സമ്പാദനവും, അത് തമ്മിൽ പരസ്പരം കോൺട്രാസ്റ്റ് വരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ പർപ്പസസ് ഓഫ് നറേറ്റീവ്. നറേറ്റീവിന്റെ പർപ്പസ് എന്താണ്? ദ ബേസിക് പർപ്പസ് ഓഫ് നമുക്കറിയാം നറേറ്റീവിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ടു എന്റർടൈൻ, ടു ഗെയിൻ, അതേപോലെ തന്നെ റീഡേഴ്സിന്റെ താല്പര്യത്തെ ഹോൾഡ് ചെയ്യുക. However, narratives can also be written to teach or inform, to change attitudes, social opinions. Example, soap operas and television dramas that are used to raise topical issues. അതായത് narratives can also be written to teach or inform. Narratives എന്താ പറയുന്നത്? written to teach, പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, ടു ചേഞ്ച് ആറ്റിറ്റ്യൂഡ്സ്, മനോഭാവങ്ങൾ മാറുന്നതിനോ, അല്ലെങ്കിൽ സോഷ്യൽ ഒപ്പീനിയൻസ്, സാമൂഹ്യ അഭിപ്രായങ്ങൾ മാറ്റുന്നതിനോ ഒക്കെ. എക്സാമ്പിൾ, സോപ്പ് ഓപ്പറേസ് ആൻഡ് ടെലിവിഷൻ ഡ്രാമാസ് ദാറ്റ് ആർ യൂസ്ഡ് ടു റൈസ് ടോപ്പിക്കൽ ഇഷ്യൂസ്. നറേറ്റീവ് സീക്വൻസ് പീപ്പിൾ, ക്യാരക്ടേഴ്സ് ഇൻ ടൈം ആൻഡ് പ്ലേസ്, but differ from recounts in that through the sequencing the stories set up one or more problems which must eventually find a way to be resolved. The common structure of basic plan of narrative text is known as the story grammar. അതായത് ഒരു നറേറ്റീവിന്റെ കോമൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോമൺ സ്ട്രക്ചർ ഓർ ബേസിക് പ്ലാൻ ഓഫ് നറേറ്റീവ്, നറേറ്റീവിന്റെ അടിസ്ഥാന എന്താ പറയുന്ന പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോറി ഗ്രാമർ ആണ്. ഓൾദോ ദർ ആർ ന്യൂമറസ് വേരിയേഷൻസ് ഓഫ് സ്റ്റോറി ഗ്രാമർ. സ്റ്റോറി ഗ്രാമറിൽ പല വേരിയേഷൻസ് ഉണ്ട്. ദ ടിപ്പിക്കൽ എലമെന്റ്, അതായത് ഒരു സ്റ്റോറി ഗ്രാമറിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് സെറ്റിങ്സ്. ഒന്നാമത്തെ സെറ്റിങ്സ്, വെൻ ആൻഡ് വേർ ദ സ്റ്റോറി, അതായത് സെറ്റിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ്, എവിടെ വെച്ചാണ് ഈ സ്റ്റോറി, ഈ കഥ സംഭവിച്ചത് അല്ലെങ്കിൽ നടന്നത്. പിന്നെ അതിലെ ക്യാരക്ടേഴ്സ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീപ്പിൾ ഓർ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി, അതായത് ആ സ്റ്റോറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്. മൂന്നാമത്തെ ഇനീഷ്യേറ്റിംഗ് ഇവന്റ്, ആൻ ആക്ഷൻ ഓർ ഒക്കറൻസ് ദാറ്റ് എസ്റ്റാബ്ലിഷസ് എ പ്രോബ്ലം, ഒരു എന്താ പറയുന്ന ആ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ ലക്ഷ്യം എന്താണ്. പിന്നെ കോൺഫ്ലിക്ട്സ് ഓർ ഗോൾ, ദ ഫോക്കൽ പോയിന്റ് അറൌണ്ട് വിച്ച് ദ ഹോൾ സ്റ്റോറി ഈസ് ഓർഗനൈസ്ഡ്. പിന്നെ ഇവന്റ്സ്, വൺ ഓർ മോർ അറ്റംപ്റ്റ്സ് ബൈ ദ മെയിൻ ക്യാരക്ടേഴ്സ് ടു അച്ചീവ് ദ ഗോൾ ഓർ സോൾവ് ദ പ്രോബ്ലം. പിന്നെ റെസൊല്യൂഷൻസ്, ദ ഔട്ട്കം ഓഫ് ദി അറ്റംപ്റ്റ്സ് ടു അച്ചീവ് ദ ഗോൾ, അതായത് ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്കം. അപ്പൊ നമ്മൾ പറഞ്ഞത് നറേറ്റീവിന്റെ പർപ്പസുകളെ കുറിച്ചാണ്. നറേറ്റീവിന് പ്രധാനമായിട്ടും എന്താ പറയുക, numerous variations of the story, initiating event, conflicts, events, resolutions. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ പറയുന്നത് സൗണ്ട് പാറ്റേൺസ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് റിതം. The rhythm of English words is closely linked with the stress patterns in English. ഇംഗ്ലീഷിലെ സ്ട്രെസ് പാറ്റേൺസുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലീഷ് വേർഡ്സിലെ റിതം എന്ന് പറയുന്നത്. വൺസ് യു നോ വിച്ച് വേർഡ് ഇൻ ദ സെന്റൻസ് നീഡ്സ് സ്ട്രെസ്സിങ്, അതായത് നമുക്ക് ഒരു സെന്റൻസിൽ ഏത് വേർഡിനാണ് സ്ട്രെസ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞാൽ യു നീഡ് ടു നോ വിച്ച് സിലബസ് ടു സ്ട്രെസ് വിത്തിൻ ഈച്ച് വേർഡ്. ഓരോ വേർഡിലെയും ഏത് സിലബിൾസിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത്. You then need to learn how to use the syllables and rhythm alongside intonation in English to convey the exact meaning of your sentence and add subtlety and emotion in your speech. Rhythm refers to a movement that ഇടവേളകളിൽ സംഭവിക്കുന്ന ഒരു മൂവ്മെന്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ റിഥം എന്ന് പറയുന്നത്. ഇപ്പോ
അതിനൊരു സെന്റൻസിലെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിലെ ഋതത്തിന് എക്സാമ്പിൾ പറയുന്നത് ദ ക്യാറ്റ് സാറ്റ് ഓൺ ദ മാറ്റ് വൈൽ ഈറ്റിംഗ് ഇറ്റ്സ് ഫേവറൈറ്റ് ഫുഡ്. അപ്പൊ ഋതം എന്ന് പറഞ്ഞ കൃത്യമായ ഇന്റർവെലുകളിൽ സംഭവിക്കുന്ന എന്താ പറയുന്നത് മൂവ്മെന്റ്, അതിനെയാണ് നമ്മൾ ഋതം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ദ ക്യാറ്റ് സാറ്റ് ഓൺ ദ മാറ്റ് വൈൽ ഈറ്റിംഗ് ഇറ്റ്സ് ഫേവറൈറ്റ് ഫുഡ്. ക്യാറ്റ്, മാറ്റ്, ഈറ്റിംഗ്, ഫുഡ്. അതൊരു എന്താ പറയുന്ന ഒരു താളബോധത്തോടു കൂടി അല്ലെങ്കിൽ ഒരു താളത്തോട് കൂടിയിട്ടാണ് അത് അങ്ങനെ വരുന്നത്. ദ സ്ട്രെസ്ഡ് വേർഡ്സ് ആർ ദ വേർഡ്സ് ഇൻ ബോൾഡ്. Eat, mat and food are all only one syllable, so these are easy to pronounce. ഇപ്പൊ അവിടെ സ്ട്രെസ് കൊടുക്കേണ്ട വേർഡുകൾ നോക്കിയേ, ഈറ്റ്, മാറ്റ്, ഫുഡ്, അതെല്ലാം വൺ സിലബിൾ വേർഡ്സ് ആണ്. അപ്പൊ അവിടെ അത് പ്രൊനൗൺസ് ചെയ്യാൻ എളുപ്പമാണ്. ദ വേർഡ് ഈറ്റിംഗ് ഹാസ് 2 syllable. എന്നാൽ ഈറ്റിംഗ് എന്ന വേർഡിൽ 2 syllable ഉണ്ട്. So you need to know this is pronounced with the stress on the first half of the word. അപ്പൊ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് വേർഡിന്റെ ഫസ്റ്റ് ഹാഫിൽ സ്ട്രെസ് കൊടുക്കണം. However, the unstressed, അപ്പൊ ഈറ്റിംഗ്, ഈറ്റ്, ഇങ് എന്ന് പറയുന്ന ING എന്ന് പറയുമ്പോൾ എൻഡിങ് ഓഫ് ദി വേർഡ്സ് ഈറ്റിംഗ് സ്റ്റിൽ നീഡ് ടു ബി സ്ട്രെസ്ഡ് മോർ ദാൻ ദ ലെസ് ഇമ്പോർട്ടന്റ് വേർഡ്സ് ഇൻ ദ സെന്റൻസ്. ദിസ് ക്രിയേറ്റ്സ് ദ റെഗുലർ സ്ട്രെസ് ടൈം rhythm ഓഫ് ഇംഗ്ലീഷ്. ഇനി another example of word stress with informal language. This is the television program that taught us how to make the best cakes for summer. Television program that taught us how to make the best cakes for summer. അതായത് നമുക്ക് സമ്മറിൽ ഏറ്റവും നല്ല കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ആ സെന്റൻസിൽ അവിടെ ടെലിവിഷൻ, കേക്ക്സ്, സമ്മർ. ഇപ്പൊ ടെലിവിഷൻ പ്രോഗ്രാംസ്, ടോട്ട്, കേക്ക്സ്, സമ്മർ, ഇതെല്ലാം സ്ട്രെസ്സിങ് വേർഡ്സുകളാണ്. The other words have to fit into the rhythm or the sentence which is based around the stressed syllables. അപ്പോ rhythm is strongly linked with stress and intonation. rhythm എന്ന് പറയുന്നത് strongly linked with stress, സ്ട്രെസ്സുമായിട്ട് വളരെ ശക്തമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, and intonation. English language learners need to become familiar with all these aspects of English language to move towards a greater level of fluency. Taken together, stress, rhythm, and intonation from the necessary components of good English pronunciation. In the English language, poetry flows from syllable to syllable. English language poetry syllable നിന്ന് syllable flow ചെയ്യുന്നു. Each pair of syllables creating a pattern known as poetic matter. അതായത് ഓരോ സിലബിൾ പെയേഴ്സും ഒരു പ്രത്യേക രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനെ പോയറ്റിക് മാറ്റർ എന്ന് പറയുന്നു, പോയറ്റിക് മീറ്റർ എന്ന് പറയുന്നു. When a line of words is composed of 2 syllable units that flow from unaccented beat on an unscented beat, the rhythmic pattern is said to be an iambic meter. Most English poetry is written in this meter, and one has to understand and appreciate the metrical patterns in order to appreciate it and enjoy poetry. അതായത് ഒരു കവിത വളരെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കവിത രചിക്കുമ്പോൾ അതിലുള്ള സിലബിളുകൾ ഒരു പ്രത്യേക എന്താ പറയുക റിതമിക് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നാ പറയുന്നത്. A good deal of the special sound effects aimed at by writers depends on such patterns of a rhythm. For example, notice the iambic meter in the following lines from Coleridge's famous poem The Rime of the Ancient Mariner. അതായത് കോളറിഡ്ജിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് റൈം ഓഫ് ഏൻഷ്യന്റ് മാരിനർ. അതില് ഉള്ളൊരു എന്താ പറയുന്ന ഇയാംബിക് മീറ്റർ ആണ് പറഞ്ഞിട്ട്, ദ ബ്രൈഡ് ഗ്രൂംസ് ഡോർസ് ആർ ഓപ്പൺഡ് വൈഡ് ആൻഡ് ഐ ആം നെക്സ്റ്റ് ഓഫ് കിൻ, ദ ജസ്റ്റേഴ്സ് ആർ മെറ്റ്, ദ ഫീസ്റ്റ് ഈസ് സെറ്റ്, മെയ്സ്റ്റ് ഹിയർ ദ മെറിഡിൻ. നമ്മൾ ഋതത്തെ കുറിച്ചാണ് പറഞ്ഞത്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഋതം. ഋതം എന്ന് പറഞ്ഞ കൃത്യമായ ഇടവേളകളിൽ ഉപയോഗിക്കുന്ന എന്താ പറയുന്ന ഒരു സിലബിൾ ആണ്.
അത് കവിതയ്ക്ക് പ്രത്യേകിച്ച് പോയട്രിയിലാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് പോയട്രിക്ക് ഒരു താളബോധം, അതേപോലെ തന്നെ വായനക്കാരന് ഒരു എൻജോയ്മെന്റും ഉണ്ടാക്കുന്നു. ഇനി അടുത്തതാണ് alliteration. Alliteration is derived from Latin's latera. It means letters of alphabet. അതായത് alliteration എന്ന വാക്കുണ്ടായത് ലാറ്റിൻ വേർഡായ ലാറ്ററയിൽ നിന്നാണ്. ഈ ലാറ്ററ എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ്. It is a stylistic device in which a number of words having the same first consonant sound occur close together in a series. അതായത് ഈ alliteration എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലിസ്റ്റിക് ഡിവൈസ് ആണ്. ഇൻ വിച്ച് എ നമ്പർ ഓഫ് വേർഡ്സ്, ധാരാളം വേർഡുകൾ ഹാവിങ് ദ സെയിം ഫസ്റ്റ് കൺസോണന്റ് സൗണ്ട് ഒക്കർ ക്ലോസ് ടുഗദർ ഇൻ എ സീരീസ്. അതായത് ഫസ്റ്റ് കൺസോണന്റ് സൗണ്ടുകൾ, ഒരുപാട് വേർഡുകളുടെ ഫസ്റ്റ് കൺസോണന്റ് സൗണ്ട് സെയിം ആയിരിക്കും. അതൊരു സീരീസിൽ വളരെ ക്ലോസ് ആയിട്ട് വരുന്നു. ഇപ്പോ ബട്ട് എ ബെറ്റർ ബട്ടർ മേക്സ് എ ബാറ്റർ ബെറ്റർ. നോക്കിയേ ആ സെന്റൻസ്, ബട്ട് എ ബെറ്റർ ബട്ടർ മേക്സ് എ ബാറ്റർ ബെറ്റർ. എ ബിഗ് ബുള്ളി ബീറ്റ്സ് എ ബേബി ബോയ്. Both sentences are alliterative because the same first letters of words. ഇപ്പൊ അവിടെ ആദ്യത്തെ സെന്റൻസില് ബെറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ ബി ആണ്. അതേപോലെ ബെറ്റർ കഴിഞ്ഞിട്ട് വരുന്ന ബട്ടറിലും ഫസ്റ്റ് ലെറ്റർ ബി ആണ്. പിന്നീട് ബാറ്റർ ബെറ്റർ, ഇതിലെല്ലാം ഫസ്റ്റ് ലെറ്റേഴ്സ് എന്താണ്? ബി ആണ്. അപ്പൊ അത് വളരെ ക്ലോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ both sentences are alliterative because the same first letter of words occurs close together and produces alliteration in the sentence. An important point to remember here is that alliteration does not depend on letters but on sound. ഇവിടെ alliteration ലെറ്റേഴ്സിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറിച്ച് എന്തിനെയാണെന്ന് പറയുന്നത്? സൗണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലെറ്റേഴ്സിനെ അല്ല alliteration ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറിച്ച് സൗണ്ടിനെയാണ്. An important point to remember here is that alliteration does not depend on letters but on sounds. So the phrase not naughty, KNOTTY, is alliterative but cigarette chase is not. അപ്പൊ alliteration എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, alliteration എന്ന വേർഡ് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായ ലാറ്ററയിൽ നിന്നാണ്. ഇറ്റ് മീൻസ് ദ ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്, ബട്ട് എ ബെറ്റർ ബട്ടർ മേക്സ് എ ബാറ്റർ ബെറ്റർ. അവിടെ സ്ട്രെസ് വേണ്ട വാക്കുകളുടെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ബി ആണ്. ബെറ്റർ, ബട്ടർ, അതേപോലെ ബാറ്റർ, ബെറ്റർ. അടുത്തതാണ് assonance. Assonance is a literary device in which the repetition of similar vowel sounds takes place into two or more words in proximity to each other within a line of poetry or prose. അതായത് ഒരു പോയട്രിയിലെയോ അല്ലെങ്കിൽ ഒരു പ്രോസിലെയോ സെന്റൻസുകളിലെ റിപ്പീറ്റേഷൻ, വവൽ സൗണ്ടുകൾ, സിമിലർ വവൽ സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരിക. Assonance most often refers to the repetition of internal vowel sounds in words. ഒരു വേർഡിലെ ഇന്റേണൽ വവൽ സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരാം. ദാറ്റ് ഡു നോട്ട് എൻഡ് ദ സെയിം, അത് ഒരേപോലെ അവസാനിക്കാതിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഹി ഫെൽ അസ്ലീപ് അണ്ടർ ദ ചെറി ട്രീ is a phrase that features assonance with the repetition of the long e vowel. അവിടെ നോക്കിയേ, ഫെൽ അസ്ലീപ്പ് അണ്ടർ എ ചെറി ട്രീ. അവിടെ ഈ എന്ന വവ്വല് വളരെയധികം അടുത്തടുത്ത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. Despite the fact that the words containing this vowel do not end in the perfect rhythm. എന്നാൽ ഈ വേർഡ് അല്ലെങ്കിൽ ഈ എന്ന വവ്വല് പെർഫെക്റ്റ് റിതമിൽ എന്ത് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്, എൻഡ് ചെയ്യുന്നില്ല. This allows writers the means of emphasizing important words in a phrase or line, as well as creating a sense of rhythm, enhancing mood and offering a lyrical effect of words and sounds. അതായത്
ഇങ്ങനെ ഈ വവ്വൽ സൗണ്ട്, ഈ എന്ന വവ്വൽ സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ദിസ് അലൗസ് റൈറ്റേഴ്സ്, അപ്പൊ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ദ മീൻസ് ഓഫ് എംഫസൈസിങ് ഇമ്പോർട്ടന്റ് വേർഡ്സ്, അതായത് ഊന്നൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഇമ്പോർട്ടന്റ് വേർഡ്സ്, ഒരു ഫ്രേസിലെയോ ഒരു ലൈനിലെയോ ഊന്നൽ കൊടുക്കേണ്ട ഇമ്പോർട്ടന്റ് വേർഡ്സ് ഉണ്ടാകുന്നു. അതേപോലെ ആസ് വെൽ ആസ് ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് റിതം, അങ്ങനെ ആ ഇമ്പോർട്ടന്റ് വേർഡ്സിന് എന്താ പറയുന്ന സ്ട്രെസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു റിതം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു എൻഹാൻസിങ് മൂഡ് ഉണ്ടാകുന്നു. അങ്ങനെ ഓഫറിങ് ലിറിക്കൽ ഇഫക്റ്റ് ഓഫ് വേർഡ്സ് ആൻഡ് സൗണ്ട്സ്, വേർഡ്സിനും സൗണ്ട്സിനും എന്താ പറയുന്ന ഒരു ലിറിക്കൽ ഇഫക്റ്റ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഓണോമറ്റോപോയിയ. ഓണോമറ്റോപോയിയ പ്രൊനൗൺസിന് ഓൺ, ഔ, മാറ്റ്, പി എന്നാണ്. ഈസ് ഡിഫൈൻഡ് ആസ് എ വേർഡ് വിച്ച് ഇമിറ്റേറ്റ്സ് ദ നാച്ചുറൽ സൗണ്ട് ഓഫ് എ തിങ്. ഒരു വസ്തുവിന്റെ നാച്ചുറൽ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുക. ഇറ്റ് ക്രിയേറ്റ്സ് എ സൗണ്ട് ഇഫക്റ്റ് ദാറ്റ് മിമിക്സ് ദ തിങ് ഡിസ്ക്രൈബ്ഡ്, മേക്കിംഗ് ദ ഡെസ്ക്രിപ്ഷൻ മോർ എക്സ്പ്രസീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അതായത് ഓണോമറ്റോപിയ എന്ന് പറഞ്ഞാല് എ സൗണ്ട് ഇഫക്റ്റ് ദാറ്റ് മിമിക്സ് ദ തിങ് ഡിസ്ക്രൈബ്ഡ്, മേക്കിംഗ് ദ ഡെസ്ക്രിപ്ഷൻ മോർ ഒരു വസ്തു, ഒരു തിങ് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയുന്ന കൂടുതൽ മിമിക് ആക്കിയിട്ട് അതിന്റെ സൗണ്ടുകൾ അല്ലെങ്കിൽ അതിന്റെ സൗണ്ടിൽ ഒരു മിമിക് ഉൾപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ അതിന്റെ ഡെസ്ക്രിപ്ഷൻ കൂടുതൽ എക്സ്പ്രസീവ് ആവുന്നു എന്നാ പറയുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നു. ബൈ റിസംബ്ലിംഗ് ദ സൗണ്ട് ഓഫ് എ ഗിവൺ ആനിമൽ ഓർ തിങ്. ഇപ്പൊ ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു വസ്തുവിനെയോ നമ്മള് അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സൗണ്ടിലൂടെ ഓതർ ആർ ഏബിൾ ടു അവേക്കൺ ദ റീഡേഴ്സ് ഓഡിറ്ററി സെൻസ്, എഴുത്തുകാർക്ക് വായനക്കാരുടെ ഓഡിറ്ററി സെൻസ് ഉണർത്താൻ സാധിക്കുന്നു ഫ്രോം എ യുണീക്ക് റീഡിംഗ് എക്സ്പീരിയൻസ്. ഫോർ ഇൻസ്റ്റൻസ് സേയിങ് ദ ഗഷിംഗ് സ്ട്രീം ഫ്ലോസ് ഇൻ ദ ഫോറസ്റ്റ് ഈസ് എ മോർ മീനിങ്ഫുൾ ഡിസ്ക്രിപ്ഷൻ ദാൻ ജസ്റ്റ് ഹേ. അതായത് ദ ഗഷിംഗ് സ്ട്രീം ഫ്ലോസ് ഇൻ ദ ഫോറസ്റ്റ്, അങ്ങനെ പറയുമ്പോൾ അത് പറയുന്നതിനേക്കാൾ കൂടുതൽ ദ സ്ട്രീം ഫ്ലോസ് ഇൻ ദ ഫോറസ്റ്റ്, ദ സ്ട്രീം ഫ്ലോസ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് വെറുതെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഡെസ്ക്രിപ്റ്റീവ് ആയിട്ട് മാറുന്നു ഗഷിംഗ് സ്ട്രീം എന്ന് പറയുന്നത്. ദ റീഡർ ഈസ് ഡ്രോൺ ടു ഹിയർ ദ സൗണ്ട് ഓഫ് എ ഗഷിംഗ് സ്ട്രീം. അങ്ങനെ ഗഷിംഗ് സ്ട്രീം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ വായിക്കുന്ന ആൾക്ക് അയാളുടെ ഭാവനയില് ആ അരുവിയുടെ ഒഴുക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിനെ കാണാൻ സാധിക്കുന്ന ഒരു ഇമേജ് വരും. വിച്ച് മേക്സ് ദ എക്സ്പ്രഷൻ മോർ ഇഫക്റ്റീവ്. അപ്പൊ അത് ആ എക്സ്പ്രഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദ സൗണ്ട്സ് ദേ റെപ്രസെന്റ്, ഇനി ഇതിനു പുറമെ ഇതിന്റെ സൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് പുറമെ മെനി ഓണോമാറ്റോപോയിക് വേർഡ്സ് ഹാവ് ഡെവലപ്ഡ് മീനിങ്സ് ഓഫ് ദെയർ ഓൺ. സ്വന്തമായിട്ട് മീനിങ്ങുകൾ ഡെവലപ്പ് ചെയ്യുന്നു ഇത്തരം വേർഡുകൾക്ക്. ഫോർ എക്സാമ്പിൾ ദ വേർഡ് വിസ്പർ നോട്ട് ഓൺലി റെപ്രസെന്റ്സ് ദ വിസ്പി ഓർ ബ്രീത്തി സൗണ്ട് ഓഫ് പീപ്പിൾ ടോക്കിംഗ് ക്വയറ്റ്ലി ബട്ട് ഓൾസോ ഡെസ്ക്രൈബ്സ് ദ ആക്ഷൻ ഓഫ് പീപ്പിൾ ടോക്കിംഗ് ക്വയറ്റ്ലി. അതായത് വിസ്പർ എന്ന് പറഞ്ഞാൽ ആളുകളുടെ എന്താ പറയുന്നത് പതിഞ്ഞ ശബ്ദം അല്ലെങ്കിൽ മന്ത്രണം എന്നൊക്കെ പറയില്ലേ, അത് മാത്രമല്ല ആളുകള് വളരെ ശാന്തമായി സംസാരിക്കുന്നു എന്നുകൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. It should be remembered, however, that there is no fixed one-to-one correspondence between natural sounds and the words that a language uses for them. ഇനി ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് there is no fixed one-to-one correspondence between natural sounds. നാച്ചുറൽ സൗണ്ട്സും ആൻഡ് ദ വേർഡ്സ് ദാറ്റ് എ ലാംഗ്വേജ് യൂസ് ഫോർ ദം. ആ വേർഡ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലാംഗ്വേജും തമ്മിൽ one-to-one കറസ്പോണ്ടൻസ്, സ്ഥിരമായിട്ടൊരു one-to-one കറസ്പോണ്ടൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഡിഫറെന്റ് ലാംഗ്വേജസ് ഹിയർ നാച്ചുറൽ സൗണ്ട്സ് ഡിഫറെന്റ്ലി. ഇനി വ്യത്യസ്തങ്ങളായ ഭാഷകളിലൂടെ എന്താ പറയുന്ന നാച്ചുറൽ സൗണ്ട് വ്യത്യസ്തങ്ങളായിട്ട് തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. ഹിയർ നാച്ചുറൽ സൗണ്ട്സ് ഡിഫറെന്റ്ലി ആൻഡ് റെപ്രസെന്റ് ദം ത്രൂ വേർഡ്സ് ഡിഫറെന്റ്ലി. അങ്ങനെ അത് വ്യത്യസ്തമായ വാക്കുകളിലൂടെയും റെപ്രസെന്റ് ചെയ്യപ്പെടുന്നു. വൈൽ ഫോർ എ സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് ബേർഡ്സ് ചേർപ്പ്
Another language might represent the sound made by birds differently. Example, I never realized till a morning or two ago how much certain sounds mean to me. It happened when I woke only to find it is still dark outside. I was about to reach for the timepiece by my bed when I heard the birds twittering and chirping outside. It was then that I realized that winter was slowly coming on and the days were shortening, but it was waking time nevertheless. After all, those bird sounds are made my daily crew for hopping out of bed. അപ്പൊ ഇവിടെ ചേർക്കുന്ന വേർഡ് എന്തെല്ലാം ഇമേജുകളാണ് ആ റീഡറുടെ മനസ്സിൽ ഉണ്ടാക്കിയെന്നാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലിട്രേഷൻ, അതേപോലെ തന്നെ ഹോമോഫോൺസ്, അതേപോലെ അസോണൻസ്, അതേപോലെ തന്നെ ഓണോമറ്റോപോയിയ എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് അല്ലിട്രേഷൻ. അല്ലിട്രേഷന്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലിട്രേഷൻ ഹാസ് എ വെരി വൈറ്റൽ റോൾ ഇൻ പോയട്രി ആൻഡ് പ്രോസ്. അതായത് ഗദ്യമായാലും പദ്യമായാലും അല്ലിട്രേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഉള്ളത്. ഇറ്റ് ക്രിയേറ്റ്സ് എ മ്യൂസിക്കൽ ഇഫക്റ്റ് ഇൻ ദ ടെക്സ്റ്റ് ദാറ്റ് എൻഹാൻസസ് ദ പ്ലഷർ ഓഫ് റീഡിങ് എ ലിറ്റററി പീസ്. അതായത് ഈ അല്ലിട്രേഷനിലൂടെ നമുക്ക് ഒരു ടെക്സ്റ്റിൽ ഒരു മ്യൂസിക്കൽ ഇഫക്റ്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു മ്യൂസിക്കൽ ഇഫക്റ്റ് ആണ് അതിലൂടെ ലഭിക്കുന്നത്. ടെക്സ്റ്റ് ദാറ്റ് എൻഹാൻസസ് ദ പ്ലഷർ ഓഫ് റീഡിങ് ദ ലിറ്റററി പീസ്. അപ്പോൾ ആ സാഹിത്യരചന നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനൊരു എന്താ പറയുന്നത് മ്യൂസിക്കൽ ഇഫക്റ്റ് കൂടി കിട്ടുന്നു. ഇറ്റ് മേക്സ് റീഡിങ് ആൻഡ് റെസിറ്റേഷൻ ഓഫ് ദി പോയംസ് അട്രാക്റ്റീവ് ആൻഡ് അപ്പീലിംഗ്. അതായത് വായനയും റെസിറ്റേഷനും എല്ലാം എന്താണ് വളരെ അട്രാക്റ്റീവ് ആക്കുന്നു. ദസ് മേക്കിംഗ് ദം ഈസിയർ ടു ലേൺ ബൈ ഹേർട്ട്. അത് വായിക്കാൻ എളുപ്പത്തിൽ ഹൃദയം കൊണ്ട് വായിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഓണോമറ്റോപിയയുടെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറലി സാധാരണ രീതിയിൽ വേർഡ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ്. Onomatopoeia, on the other hand, helps reader to hear the sounds of the words they reflect. എന്നാൽ ഓണോമറ്റോപിയ പറയുന്നത് റീഡർക്ക് ഹിയർ ദ സൗണ്ട്സ് ഓഫ് ദി വേർഡ്സ് ദേ റിഫ്ലക്ട്. റീഡർ വായിക്കുന്ന അല്ലെങ്കിൽ ആ സൗണ്ട് വായിക്കുന്ന ആ വാക്ക് അല്ലെങ്കിൽ ആ വേർഡ് കേൾക്കാനും അതേപോലെ തന്നെ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Hence the reader cannot help but enter the world created by the poet with the aid of these words. അതായത് വായിക്കുമ്പോൾ ഒരു റീഡർക്ക് ആ സിറ്റുവേഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ടീച്ചിങ് റിതത്തെ കുറിച്ചാണ്. In phonetics, rhythm is the sense of movement in speech marked by the stress, timing, and quantity of syllable. അതായത് റിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീച്ചിന്റെ മൂവ്മെന്റ് ആകാം, അതേപോലെ തന്നെ ആ സ്പീച്ചിൽ വേർഡ്സുകൾക്ക് കൊടുക്കേണ്ട സ്ട്രെസ് ആകാം, അതേപോലെ തന്നെ സിലബിൾസിന്റെ അളവാകാം. അഡ്ജക്റ്റീവ് റിതമിക്. ഇൻ പോയറ്റിക്സ് റിതം is the recurring alliteration of strong and weak elements in the flow of sound and silence in sentences or linear of words. In music, the rhythm is usually produced by making certain notes. മ്യൂസിക്കിൽ ആകുമ്പോൾ റിതം സാധാരണയായിട്ട് ചില നോട്ടുകളും അതേപോലെ തന്നെ ചില സീക്വൻസുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതേഴ്സ് ബൈ ബീയിങ് ലൗഡർ ഓർ ലോങ്ങർ ഓർ ഹയർ. അതായത് വളരെ ദൈർഘ്യമേറിയതോ അല്ലെങ്കിൽ വളരെ ഉച്ചത്തിലുള്ളതോ എല്ലാം ആയ രീതിയിലൂടെ. ഇൻ സ്പീച്ച് വി ഫൈൻഡ് ദാറ്റ് സിലബിൾസ് ടേക്ക് ദ പ്ലേസ് ഓഫ് മ്യൂസിക്കൽ നോട്ട്സ്. ഇനി സ്പീച്ചിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നു എന്നാ പറയുന്നത്? സിലബിൾസ് ടേക്ക് ദ പ്ലേസ് ഓഫ് മ്യൂസിക്കൽ നോട്ട്സ്. സിലബിൾസ്
മ്യൂസിക്കൽ നോട്ടിന്റെ പ്ലേസിലേക്ക് വരുന്നു ഓർ ബീറ്റ് ആൻഡ് ഇൻ മെനി ലാംഗ്വേജസ് ദ സ്ട്രെസ്ഡ് സിലബിൾസ് ഡിറ്റർമൈൻ ദ റിതം. അതായത് പല ലാംഗ്വേജിലും സ്ട്രെസ്ഡ് സിലബസ് ആണ്, സിലബിളുകളാണ് റിതം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്.